ഇതാണ് അതിന്റെ കേസ്. ഓക്കെ, സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സോയില് പറഞ്ഞു. സോയിൽ പാർട്ടിക്കിള്, പോർ സ്പേസ്, വോയിഡ്, എയർ, വാട്ടർ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു സോയിലിലേക്ക് നോക്കിയാൽ ഇങ്ങനെ നോക്കൂ, ഒരു നോക്കിയാല് ഇവിടെ ആ ഫിഗറിൽ കാണാൻ പറ്റും ഏറ്റവും താഴെ അല്ലെ സോളിഡുകൾ. നമ്മൾ ഗ്രാഫ് ഒരു ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സോളിഡ് ഉണ്ട്, പിന്നെ ഗ്യാപ്പിനകത്ത് വെള്ളവും എയറും ഉണ്ടാവും. ഇതാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു സോയിലിലേക്ക് നോക്കിയാൽ അതില് സോളിഡ് പാർട്ടിക്കിൾ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിൽ വാട്ടർ ഉണ്ടാവും, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ടാവും വാട്ടർ. ഓക്കെ, പിന്നെ അതിൽ എയർ ഉണ്ടാവും, ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കി ഒരു സോയിലിലേക്ക് നോക്കിയാൽ ഈ 3 സ്റ്റേറ്റുകളുണ്ട്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ്, മൂന്നും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊരു സോയിലിനെ പറയാറ് ഇറ്റ് ഈസ് കോൾഡ് എ 3 phase സിസ്റ്റം. കാരണം അതിൽ സോളിഡ് ഫേസ് ഉണ്ട്, ലിക്വിഡ് ഫേസ് ഉണ്ട്, ഗ്യാസ് ഫേസ് ഉണ്ട്. അതുകൊണ്ട് സോയിലിനെ നമ്മൾ സാധാരണ സോയിലിനെ നമ്മൾ പറയാറ് 3 phase സിസ്റ്റം എന്നാണ്. 3 phase സിസ്റ്റം. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ 3 phase സിസ്റ്റം. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തത് 3 phase സിസ്റ്റം ആണ്. 3 phase സിസ്റ്റം. സോയിൽ ഒരു 3 phase സിസ്റ്റം ആണ്. എന്തുകൊണ്ട്? സോയിലില് സോളിഡ് ഉണ്ട് അല്ലെ, സോയിൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള സോളിഡ് ഉണ്ട്, വാട്ടർ ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട്, എയർ ആയിട്ടുള്ള ഗ്യാസ് ഉണ്ട്, മൂന്നും ഉണ്ട്. ഇത് മൂന്നുള്ളതുകൊണ്ട് സാധാരണ ഒരു ജനറൽ സോയിൽ എന്ന് പറയുന്നത് 3 phase സിസ്റ്റം ആണ്. 3 phase സിസ്റ്റം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സുഫ്രീന, മുഫീദ, വിഷ്ണു, വൈഷ്ണവി, ഷിൻഷ, സിന്യദാസ്, സഗി, സിൻഷ, ഷിബിലി, സരിക, ഷൻഹ, ഫായിസ്, ഷഹ്മ, നസ്ലി. ഓക്കെ, ഗുഡ് ഗുഡ്. സിന്നു, അതൊരു 3 phase സിസ്റ്റം ആണ്. ഓക്കെ, ഓക്കെ. ഇനി പക്ഷെ എല്ലാ സമയത്തും സോയിലിനകത്ത് സോളിഡ് പാർട്ടികൾ ഉണ്ടെങ്കിലും വാട്ടറും എയറും എല്ലാ സമയത്തും ഉണ്ടാവണില്ല, ചില സമയത്ത് ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോളൂ. ഫസ്റ്റ് കേസ്, സോയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കാം. സോയില് നല്ല ഡ്രൈ സോയിലാണ്. ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം ഉണ്ടാവില്ല, അതിനകത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ അതിൽ എന്തൊക്കെയാ ഉണ്ടാവുക? വെള്ളം അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാ അതിലുണ്ടാവുക? ഒന്ന് പറഞ്ഞേ. ഒരു സോയില് ഡ്രൈ ആണ്, ഡ്രൈ സോയിലില് വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാ അതിലുണ്ടാവുക? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, വേഗം പറ, വേഗം പറ. എയർ ഉണ്ടാവും. എയർ മാത്രമാണോ? സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് എയർ. വെരി ഗുഡ്, വെരി ഗുഡ്. അതിൽ സോയിൽ, കാരണം സോയിൽ പാർട്ടിക്കിൾസ്, സോളിഡ് പാർട്ടിക്കിൾ എപ്പോഴും ഉണ്ടാവും അല്ലെ. അപ്പൊ സോയിൽ പാർട്ടിക്കിളും ഉണ്ടാവും, അതേപോലെ ഉണ്ടാവും എയറും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് 3 phase സിസ്റ്റം ആണോ അതോ 2 phase സിസ്റ്റം ആണോ? ഡ്രൈ സോയിൽ എന്ന് പറയുന്നത് അപ്പൊ 2 phase ആണോ 3 phase ആണോ? 2 phase സിസ്റ്റം ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 2 phase സിസ്റ്റം. അപ്പൊ സോയില്, ജനറൽ സോയില് 3 phase സിസ്റ്റം ആണെങ്കിലും ചില സമയത്ത് സോയില് 2 phase ആവാറുണ്ട്. എപ്പോഴാണ്? സോയില് ഡ്രൈ ഫേസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ സ്റ്റേറ്റിലാവുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അതിൽ പറഞ്ഞു സോയിൽ പാർട്ടിക്കിളും എയറും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ഫിഗറിനകത്ത് ഫസ്റ്റ് പറയുന്നത് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് 3 phase സിസ്റ്റം ആണ്. അവസാനം പറയുന്നത് ഡ്രൈ സോയിൽ നമ്മൾ പറഞ്ഞു. ആ ഫിഗറിൽ നോക്കിക്കോളൂ, അതിൽ സോളിഡും എയറും മാത്രമേ ഉണ്ടാവുള്ളൂ, അത് 2 phase ആണ്, രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ. അതേപോലെ തന്നെയാണ് സാച്ചുറേറ്റഡ് സോയിൽ. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ആ സോയിലിന്റെ ഗ്യാപ്പുകളിൽ, ആ വോയിഡുകളിൽ ഫുള്ള് വാട്ടർ ഫിൽഡ് ആണ്. ഫുള്ള് വാട്ടർ ഫിൽഡ് ആണെങ്കിൽ അവിടെ പിന്നെ എയർ ഉണ്ടാവില്ല. ഫുള്ള് വാട്ടർ ഫിൽഡ് ആണെങ്കിൽ എയർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സോയിലിനെ നമ്മൾ പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്നാട്ടോ. ഒന്ന് ടൈപ്പ് ചെയ്തേ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ, അല്ലെങ്കിൽ സിംപ്ലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാലും മതി. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോയിൽ. ഒന്ന് ടൈപ്പ് ചെയ്തേ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. സാച്ചുറേറ്റഡ് സോയിൽ അല്ലെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, വെരി ഗുഡ്. ഫുള്ളി സാച്ചുറേറ്റഡ്. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനകത്ത് സോളിഡ് പാർട്ടിക്കിളും വാട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ ഉണ്ടാവുക? ഒന്ന് ടൈപ്പ് ചെയ്തേ, സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ അല്ലെ. ഒന്ന് ടൈപ്പ് ചെയ്ത് സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ. ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ, സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ, സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ, സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ അല്ലെ. അതിനകത്ത് ഉണ്ടാവുക സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ ഉണ്ടാവും. സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ, സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ, സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോ സാച്ചുറേറ്റഡ് സോയില് 2 phase സിസ്റ്റം ആണോ അതോ 3 phase സിസ്റ്റം ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ.
സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് 2 ഫേസ് ആണോ 3 ഫേസ് ആണോ? ആ, അതും 2 ഫേസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതും 2 ഫേസ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ആ നടുവിൽ കാണിക്കുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, സോളിഡും അതേപോലെ വാട്ടർ ആണുള്ളത്. അതും എന്താണ്? ഒരു 2 ഫേസ് ആണ് അല്ലെ? അപ്പൊ അവസാനത്തെ രണ്ടും 2 ഫേസ് ആണ്, ആദ്യത്തെ ഒരു 3 ഫേസ് ആണ് അല്ലെ? ഇതാണ് ഒരു സോയിലിനകത്തുള്ള കാര്യങ്ങൾ. 2 ഫേസ് സിസ്റ്റം, 3 ഫേസ് സിസ്റ്റം. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ ഒന്ന് പറയാം. ഇതിൽ ഏതായിരിക്കും അതിന് സാച്ചുറേറ്റഡ് സോയിൽ ഈസ്, ഇതിൽ ഏത് സിസ്റ്റം ആണ് അതിൽ വരിക? ഏതാണ് ഓപ്ഷൻ? സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് അല്ലെ? 2 ഫേസ് സിസ്റ്റം ആണ്. 2 ഫേസ് സിസ്റ്റം അല്ലെ? 2 ഫേസ് സിസ്റ്റം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് ഉണ്ടാവണം. സോയിൽ പറഞ്ഞാൽ ജനറലി 3 ഫേസ് ആണ്, കാരണം അതിൽ സോളിഡും എയറും വാട്ടറും ഉണ്ടാവും. പക്ഷെ സോയിൽ ഡ്രൈ ആയാൽ അതിൽ സോളിഡും എയറും മാത്രമേ ഉണ്ടാവുള്ളൂ, അത് 2 ഫേസ് ആണ്. അതേപോലെ തന്നെ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ സോളിഡും വാട്ടറും ഉണ്ടാവുള്ളൂ, അപ്പോഴും 2 ഫേസ് ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേണം കേട്ടോ, നിർബന്ധമാണ്. അതിൽ കീപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ചോദിക്കാനുള്ളതാണ് എനിക്ക് അതൊക്കെ. ഓക്കെ, കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് ചാർബസിൽ ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ പറയുന്ന? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് അതിന്റെ സോയിലിന്റെ ബേസിക് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ സോയിലിൽ എങ്ങനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് കാണിച്ചിട്ടോ. ഇതിനെ പറയാം ബ്ലോക്ക് ഡയഗ്രാം, കുറെ ബ്ലോക്ക് ആയിട്ട്. അപ്പൊ അതില് ഇത് 3 ഫേസ് സിസ്റ്റം ആണ് കാണിക്കുന്നത്. അതിൽ എന്തുണ്ട്? സോളിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സോയിൽ എടുത്താൽ, നിങ്ങൾ ആലോചിക്കുക, ഒരു പാത്രത്തിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് സോയിൽ എടുത്തു അല്ലെ? ആ പാത്രത്തിലെ സോയിലിനകത്ത് സോളിഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും. നമ്മൾ അതിൽ ആ 3 വെയിറ്റും വോളിയവും നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുകയാണ്. ഓക്കെ, ടോട്ടൽ വെയിറ്റിനെ ഞാൻ ഇവിടെ ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് കാണിച്ചു. നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ വെയിറ്റ് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. അതില് സോളിഡ് പാർട്ടിക്കിളിന്റെ മാത്രം വെയിറ്റ് പറഞ്ഞാൽ WS ആണ്. അപ്പൊ WS എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾ എന്നാട്ടോ, വെയിറ്റ് ഓഫ് സോയിൽ എന്നല്ല, അത് മനസ്സിലാക്കണേ. WS എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ് ആണ് കേട്ടോ. അതേപോലെ വെള്ളത്തിന്റെ വെയിറ്റ് WW, വെയിറ്റ് ഓഫ് വാട്ടർ, അതാണ് WW. അതേപോലെ WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് എയർ, WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് എയർ ആണ്, വെയിറ്റ് ഓഫ് എയർ. എത്രയാണ് വെയിറ്റ് ഓഫ് എയർ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? എയറിന്റെ വെയിറ്റ് എത്രയാ? എത്ര കിലോ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര ഗ്രാം ഉണ്ടാവും? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എയർ? എയറിന്റെ വെയിറ്റ് എത്രയാ? നോ വെയിറ്റ്, വെരി ഗുഡ്, 0 അല്ലേ? 0 ആണ്, എയറിന് വെയിറ്റ് ഇല്ല. അപ്പൊ ഇവിടെ WA എന്ന് പറയുന്നതിന്റെ വാല്യൂ, WA എന്ന് പറഞ്ഞാൽ അത് 0 ആണ്, അതിന് വാല്യൂ ഇല്ല, 0 ആണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഇതാണ്. വെയിറ്റ് ഓഫ് സോളിഡ് ഉണ്ട്, വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ട്, എയറിന് വെയിറ്റ് ഇല്ല. നമ്മൾ എന്നാലും സൂചിപ്പിക്കുന്നത് WA എന്നാണ്. ഓക്കെ, ഇനി വോളിയം അപ്പുറത്തെ സൈഡിൽ, റൈറ്റ് സൈഡിൽ വോളിയം എടുത്താൽ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എന്ന് പറയുന്നത് V ആണ്, ക്യാപിറ്റൽ V. അതിൽ തന്നെ VS പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ് ആണ്, വോളിയം ഓഫ് സോളിഡ് ആണ് VS എന്ന് പറയുന്നത്. വോളിയം ഓഫ് വാട്ടർ ആണ് VW എന്ന് പറയുന്നത്. അതേപോലെ വോളിയം ഓഫ് എയർ ആണ് VA. ഓക്കെ, എയറിന് വോളിയം ഉണ്ടോ? അത് 0 ആണോ? ഒന്ന് പറഞ്ഞേ. എയറിന്റെ വോളിയം VA എത്ര ആയിരിക്കും? എയറിന്റെ വോളിയം എത്ര ആയിരിക്കും? VA എത്ര ആയിരിക്കും? അതിന് വോളിയം ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. 0 എന്ന് പറയുന്നു. നോ, ആക്ച്വലി എയറിന് വോളിയം ഉണ്ട് മക്കളെ, അതിന്റെ 0 അല്ല. ഗ്യാസിന് വോളിയം ഉണ്ട്, ഗ്യാസിന് വോളിയം ഉണ്ട്. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അത് അടച്ചു വെക്കുന്നത്, ആ പാത്രത്തിന്റെ വോളിയമാണ് അതിന്റെ വോളിയം, അക്കോർഡിംഗ് ടു ഷേപ്പ്. വെരി ഗുഡ് ഷിബിലി, ഗുഡ്. അതിന് വോളിയം ഉണ്ട്. നിങ്ങളൊരു ബലൂണിലേക്ക് എയർ അല്ലേ കയറ്റി വിടുന്നത്, കാറ്റല്ലേ, ഗ്യാസ് അല്ലേ, അതിന് വോളിയം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിന് എന്തുണ്ട്? വോളിയം ഉണ്ട്. അപ്പൊ VA ഉണ്ട് കേട്ടോ, VAക്ക് വാല്യൂ ഉണ്ട്. എത്ര നമുക്കറിയില്ല, VAക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ എയറും വാട്ടറും കൂടുന്നതാണ് നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞല്ലേ. എയറും വാട്ടറും കൂടുന്നതാണ് വോയിഡ് എന്ന് പറഞ്ഞത്, VOID. എയറും വാട്ടറും കൂടുന്നതാണ് അല്ലെ? എയറും വാട്ടറും കൂടുന്നതാണ് വോയിഡ് എന്ന് പറയുന്നത്, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പിന്റെ വോളിയത്തിനെയാണ് നമ്മൾ VV എന്ന് പറയാം കേട്ടോ. അപ്പൊ VV എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യുക, VV പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ആണ്. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തത്. VV എന്ന് പറഞ്ഞാൽ
വോളിയം ഓഫ് വോയിഡ് ആണ്. വോളിയം ഓഫ് വോയിഡ്. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. വി ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ആണ്. വി ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. വി ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ആണ്. വോളിയം ഓഫ് വോയിഡ്. ഓക്കെ, ഓക്കെ. അപ്പോ ഇതിൽ നോക്കൂ, വോയിഡിനകത്താണ് വാട്ടറിന്റെ വോളിയം ഉള്ളത്, എയറിന്റെ വോളിയം ഉള്ളത്. അപ്പൊ വി വി ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, വി വി ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാത് അല്ലേ, വി വി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ, ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ? അങ്ങനെ എഴുതാം. അത് നോട്ട് ചെയ്യൂ കേട്ടോ. വോളിയം ഓഫ് വോയിഡ് വി വി ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു പ്ലസ് വി എ. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തത്, ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തത്, വി വി ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു പ്ലസ് വി എ. വി വി ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു പ്ലസ് വി എ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആ ഗ്യാപ്പിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെയും എയറിന്റെയും വോളിയാണ് അല്ലേ? വളരെ സിമ്പിൾ. ഗ്യാപ്പിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെയും എയറിന്റെയും വോളിയാണ്. ദാറ്റ് ഈസ് വി വി ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ഡബ്ല്യു ഓർ വി ഡബ്ല്യു പ്ലസ് വി എ. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ടൈപ്പ് ചെയ്യും, എല്ലാവരും ടൈപ്പ് ചെയ്യും. ഓൾ ഓഫ് യു പ്ലീസ്, ഓൾ ഓഫ് യു പ്ലീസ്. റസൽ ടൈപ്പ് ചെയ്തിൽ എന്തോ മാറിപ്പോയ റസലെ. വി വി ഈക്വൽ ടു ബി പ്ലസ് വി എന്നായോ? ഓക്കെ, ഓക്കെ, യെസ്, ഓക്കെ, യാ, ശരി. ഇനി നമുക്ക് ഇതിന്റെ വെയിറ്റുകൾ നോക്കാം. ഇവിടെ നോക്കൂ, ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് സോളിഡിന്റെ വെയിറ്റ് പ്ലസ് വാട്ടറിന്റെ വെയിറ്റ്. ഇവിടെ എയറിന്റെ വെയിറ്റ് വേണ്ട, കാരണം വെയിറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഒന്ന് നോക്കി പറഞ്ഞേ, ഒന്ന് നോക്കി പറഞ്ഞേ. ഓക്കെ അല്ലേ? കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ സോളിഡിന്റെ വെയിറ്റും അതിലുള്ള വാട്ടറിന്റെ വെയിറ്റും മാത്രം മതി. ഓക്കെയാണ്, ഓക്കെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്, യെസ്. ഓക്കെ. ഇനി ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാലോ, വെയിറ്റ് ഓഫ് വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ് അല്ലെ? ഇത് മൂന്നും ഉണ്ട്, കാരണം മൂന്നിനും വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഇതിൽ തന്നെ ഈ അവസാനത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഈക്വൽ ടു വി വി ആണ് അല്ലെ? വി വി ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം ഇസ് ഈക്വൽ ടു വി ഡബ്ല്യു അല്ലെ? ടോട്ടൽ വോളിയം ഇസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി വി. ഇങ്ങനെ എഴുതിക്കൂടെ? ടോട്ടൽ വോളിയം ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി എസ് പ്ലസ് വി വി അല്ലെ? വി എസ് പ്ലസ് വി വി, അതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം, നിങ്ങളുടെ അറിവിൽ വേണം ഈ കാര്യങ്ങൾ. ടോട്ടൽ വെയിറ്റ് പറഞ്ഞാൽ ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു ഡബ്ല്യു ആണ് അല്ലെ? വോളിയം എന്ന് പറഞ്ഞാൽ അത് വി എസ് പ്ലസ് വി ഡബ്ല്യു പ്ലസ് വി എ ആണ്. പക്ഷെ അതിൽ വി ഡബ്ല്യു പ്ലസ് വി എ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ് വി വി ആയതുകൊണ്ട് ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി വി, വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം, അറിവിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരി, ഇനി നമ്മൾ ഈ സോയിലിനെ പറ്റിയുള്ള ആദ്യത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോട്ടെ. ഫസ്റ്റ് പ്രോപ്പർട്ടി എല്ലാവരും നോട്ട് ചെയ്യണം. ഓക്കെ, ഷെൻഹ, ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്യണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ എന്നാണ് അതിന്റെ പേര്. എല്ലാവരും നോട്ട് ചെയ്യത്. ഫസ്റ്റ് പ്രോപ്പർട്ടി വോയിഡ് റേഷ്യോ ആണ്. അതിന്റെ ഷോർട്ട് ഫോം ഇ എന്നാണ്, സ്മോൾ ഇ, ലെറ്റർ ഇ. വോയിഡ് റേഷ്യോനെ സൂചിപ്പിക്കുന്നത് ലെറ്റർ ഇ ആണ്, ലെറ്റർ ഇ. അത് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ്. അപ്പൊ ഇ എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ് പറഞ്ഞാൽ വി വി, വി വി ഡിവൈഡഡ് ബൈ വി എസ് എന്നുള്ളതാണ് എന്ത് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നോട്ട് ചെയ്തോളൂ. ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്. ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, ചാറ്റ് ബോക്സ് ഒന്ന് പറഞ്ഞേ. ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്, വി വി ബൈ വി എസ്. ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്, ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്. ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്. വേഗം പറ, വേഗം പറ. പോട്ടെ. ഷഫീൻ ഗുഡ്, ഫാമോൾ, മുഫീദ, ഷെൻജൻ, നെസ്ലി, സരിക, സഗി, ഷഫ്ന, ഷഹ്മ, ഷഹാന, അല്ലേ, ഷഹിൻഷ, ഷിബിലി, സീനിയർ ദാസ്. വെരി ഗുഡ്, വെരി ഗുഡ് അല്ലേ? ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്. ഗുഡ്, ഗുഡ്, വെരി ഗുഡ്. ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്. E is equal to VV by VS. Okay, okay.
ഓക്കെ. ഇനി ഒരു സോയിൽ നിങ്ങൾ എടുത്താൽ അതിന് ഈ വോയിഡ് റേഷ്യോന്റെ വാല്യൂ എപ്പോഴും 0-നേക്കാളും കൂടുതലായിരിക്കും കേട്ടോ. നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. വോയിഡ് റേഷ്യോ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. എപ്പോഴും 0-ൽ കൂടുതലായിരിക്കും. അതേപോലെ അത് വലിയ സോയിൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1-ൽ കുറവും, ചെറിയ സോയിൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1-ൽ കൂടുതലും ആയിരിക്കും കേട്ടോ. വലിയ സോയിലിന്റെ വാല്യൂ കുറവായിരിക്കും, ചെറിയ സോയിലിന്റെ വാല്യൂ കൂടുതലായിരിക്കും കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ വോയിഡ് റേഷ്യോ എന്തോന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ അതിൽ പറയണം. ഇറ്റ് ഈസ് ദ റേഷ്യോ വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ്. ഓക്കെ. അപ്പൊ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സോയിലിനകത്ത് അതിന്റെ വോളിയം ഓഫ് സോളിഡും വോളിയം ഓഫ് വോയിഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സോയിലിന്റെ വോയിഡ് റേഷ്യോ എത്ര ആയിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ആ 1 ആണ്. വെരി ഗുഡ്. 1 ആണ്. ഓക്കെ. ഒരു ചോദ്യം കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു സോയിലിനകത്ത് അതിന്റെ വോളിയം ഓഫ് വോയിഡ് VV എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡിന്റെ 1/3 ആണ്. എന്ന് വെച്ചാൽ VV എന്ന് പറയുന്നത് സോളിഡിന്റെ 1/3 എന്ന് വെച്ചാൽ 1/3 ഓഫ് VS ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് E? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഇന്റെ വാല്യൂ എന്തായിരിക്കും? VV/VS. അപ്പോ നോക്ക് എത്ര ആയിരിക്കും? സിൻഷ 3 എന്ന് പറയുന്നു, നെസ്ലി 1/3 എന്ന് പറയുന്നു, റിൻഷ 1/4 എന്ന് പറയുന്നു. റിൻഷ 1/3 ആക്കി തിരുത്തിയിട്ടുണ്ട്. ഓക്കെ. സഗി 1/3 ആണ്. ഓക്കെ. ഷെൻഹ 1/3, ഷഹീൻഷ 1/3, വൈഷ്ണവി 1/3 ആണ് അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്താല് ഞാനത് ഇക്വേഷനിൽ കൊടുത്താല് ഇസ് ഈക്വൽ ടു VV പറഞ്ഞാല് VS-ന്റെ 1/3 ആണ് അല്ലേ? അപ്പൊ അത് 1/3 ഓഫ് VS ഡിവൈഡഡ് ബൈ VS എന്ന് വരും അല്ലെ? ഈ VS-ഉം ക്യാൻസൽ ചെയ്തു, പിന്നെ അതിൽ ബാക്കി ഉണ്ടാവുക 1/3 ആണ് അല്ലെ? അപ്പൊ ആൻസർ 1/3 ആണ്. ഓക്കെ. അപ്പൊ അതാണ് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ് അല്ലെ? പഠിച്ചു വെക്കാൻ VV/VS എന്ന് ആലോചിച്ചാൽ കേട്ടോ. VV/VS അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പോറോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പ്രോപ്പർട്ടി പോറോസിറ്റി ആണ്. N എന്ന് സൂചിപ്പിക്കുന്നത്. പോറോസിറ്റി പറഞ്ഞാൽ N എന്നാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ് ടു ടോട്ടൽ വോളിയം. It is the ratio of volume of void to total volume. അപ്പൊ N is equal to VV/V എന്നാണ്. VV/V. N is equal to VV/V. അപ്പൊ VV divided by V. V എന്ന് പറഞ്ഞാൽ VS plus VV ആണ് അല്ലെ? VS plus VV ആണ്. അപ്പൊ N is equal to VV/V. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എല്ലാവരും. N is equal to VV/V. ഒന്ന് ടൈപ്പ് ചെയ്തേ. N is equal to VV/V. Porosity is equal to VV/V. എല്ലാവരും ടൈപ്പ് ചെയ്യും. Porosity is equal to VV/V. N is equal to VV/V. Volume of void to total volume. Okay, very good. അല്ലെ? VV/V എന്ന് വരും. ഓക്കെ. അതിന്റെ വാല്യൂ 0-നും 100%-നും ഇടക്ക്, അല്ലെങ്കിൽ നമ്മൾ ഡെസിമലിൽ പറയുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0-നും 1-നും ഇടക്ക് കേട്ടോ. അതിന്റെ വാല്യൂ വരിക 0-നും 1-നും ഇടക്കാണ്. 1-ൽ കൂടുതല. പെർസെന്റേജ് ആക്കുകയാണെങ്കിൽ 0-നും 100-നും ഇടക്ക്. ഡെസിമൽ ആണെങ്കിൽ 0-നും 1-നും ഇടക്ക്. എപ്പോഴും അതിന്റെ വാല്യൂ 1-ഓ അതിൽ താഴെ ആയിരിക്കും, അപ് ടു 0 വരെ. ഓക്കെ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷൻ ഉണ്ട്. N is equal to E/1 plus V. N എന്ന് പറഞ്ഞാൽ void ratio divided by 1 plus void ratio. നോട്ട് ചെയ്തോളൂ. N is equal to E/1 plus E. N is equal to porosity is equal to void ratio divided by 1 plus void ratio. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കൂ. ഒരു സോയിലിന് ഇന്റെ വാല്യൂ ഓഫ് E എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 ആണ്.
n is equal e is equal to 0.5. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n ഒന്ന് കണ്ടുപിടിച്ചേ. ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. വോയിഡ് റേഷ്യോന്റെ വാല്യൂ 0.5 ആണെങ്കിൽ പോറോസിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? ഒന്ന് വേഗം പറഞ്ഞേ. മുഫീദ 0.33 പറഞ്ഞു, സുഹാന 0.33 ഉണ്ട്. ബാക്കി എല്ലാവരും പറയും. അങ്ങനെയാണ് കിട്ടുന്നത്. വൈഷ്ണവി ഉണ്ട്, റിൻഷ ഉണ്ട്, സീമേദാസ് ഉണ്ട്, സുഹാന ഉണ്ട്, നെസ്ലി ഉണ്ട്. സിൻജ 0.5/1.5 എന്ന് അല്ലേ? അതിന്റെ വാല്യൂ എത്രയാ? ഓക്കെ. സിന്നു, ഷാന, ഉഫാമോൾ. എങ്ങനെ വരിക അത്? ദിസ് ഈസ് ഈക്വൽ ടു അല്ലെ? ദിസ് ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ 0.5 അല്ലെ? 0.5 ഡിവൈഡഡ് ബൈ 0.5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.5 പറയുമ്പോൾ 1.5 അല്ലേ? അത് കട്ട് ചെയ്യുമ്പോൾ എന്തോ നിങ്ങൾക്ക് 1/3 എന്ന് കിട്ടും. 1/3 എന്ന് പറഞ്ഞാൽ 0.3 ആണ് അല്ലെ? 0.33. വെരി ഗുഡ്. അപ്പൊ 0.33 പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. 0.33 ആണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, ഗുഡ്. 0.33. ഓക്കെ, ഞാൻ 1-2 പ്രോബ്ലംസ് കാണിക്കാൻ നിങ്ങൾക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വോയിഡ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ വോളിയം ഓഫ് വോയിഡ് ടു ഏതാ ഓപ്ഷൻ വരിക? ഏത് ഓപ്ഷനാ വരിക ഒന്ന് പറഞ്ഞേ. ഓപ്ഷൻ സി എന്ന് പറയുന്നു അല്ലെ? സി. വോളിയം ഓഫ് വോയിഡ് VV ടു VS അല്ലേ? വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ്. കറക്റ്റ് ആണ് അല്ലെ? സി ആണ് കറക്റ്റ് അല്ലെ? കറക്റ്റ് ആണ്. ഇനി ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് ഇതിലെ ഏറ്റവും മുകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ. വോയിഡ് റേഷ്യോ ഓഫ് എ സോയിൽ മാസ് ക്യാൻ ബി. അതിലേതാ ഓപ്ഷൻ വരിക? വോയിഡ് റേഷ്യോന്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നുള്ളതാണ്. എത്ര ആയിരിക്കും? അതിലേതാ ഓപ്ഷൻ വരിക ഒന്ന് പറയൂ. ഏതായിരിക്കും? സി എന്ന് പറയുന്നു. 0-നേക്കാണ് മതി അല്ലെ? ഈ ഗ്രേറ്റർ ദാൻ 0. 0-നെ മേൽക്ക് എത്രയാവാം അല്ലെ? അത് ഗ്രേറ്റർ ദാൻ 1 ആവാം അല്ലെ? ഗ്രേറ്റർ ദാൻ 0 ആവാം, ഗ്രേറ്റർ ദാൻ 2 ആവാം, എത്രയാവാം അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇതിലാദ്യത്തെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേ. റേഞ്ച് ഓഫ് പോറോസിറ്റി. പോറോസിറ്റിന്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെയാണ്? ഏത് ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ അല്ലെ? 0 to 1. 0 to 1 ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്. ഇനി ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഏത് ഓപ്ഷൻ വരിക? വോയിഡ് റേഷ്യോ 0.3 ആണ്. ഇന്റെ വാല്യൂ 0.3 ആണ്. ഇന്റെ വാല്യൂ 0.3 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പോറോസിറ്റി n? ന്റെ വാല്യൂ എത്രയാണ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഇന്റെ വാല്യൂ 0.3 ആണെങ്കിൽ ന്റെ വാല്യൂ എത്രയാണ്? അതും എ ആണോ എല്ലാവരും പറയുന്നത്? n is equal to എന്താ വരിക? n is equal to e divided by അല്ലെ 1 plus e എന്ന് വരും അല്ലെ? 1 plus e എന്ന് വരും. So that is equal to 0.3 divided by 1.3. 0.3/1.3 എത്ര വരിക? a ആണോ? എല്ലാവരും ചെയ്ത് നോക്കി. a ആണോ കിട്ടുന്നേ? ഒന്ന് യെസ് പറഞ്ഞേ. a ആണോ? ഓക്കെ. ആണെങ്കിൽ 0.23 അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞാണ്. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇവിടെ പോറോസിറ്റി തന്നിട്ടുണ്ട്, 50% തന്നിട്ടുണ്ട് പോറോസിറ്റി. അങ്ങനെയാണെങ്കിൽ വോയിഡ് റേഷ്യോ എത്രയാണ്? നിങ്ങളിവിടെ ആലോചിക്കേണ്ട കാര്യം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഡെസിമൽ വാല്യൂ ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ 50% പോറോസിറ്റി പറഞ്ഞാൽ അത് നിങ്ങൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 0.5 എന്ന് പറഞ്ഞു കേട്ടോ. 0.5 ആണ്. അപ്പോൾ ന്റെ വാല്യൂ 0.5 ആണെങ്കിൽ ഇന്റെ വാല്യൂ എത്രയാണ്? വോയിഡ് റേഷ്യോ എത്ര ആയിരിക്കും? ഒന്ന് പറഞ്ഞേ. ഒന്ന് ചെയ്തു നോക്കും. ന്റെ വാല്യൂ 0.5 ആണെങ്കിൽ ഇന്റെ വാല്യൂ എത്രയാണ്? ആർക്കും കിട്ടിയില്ല? എളുപ്പല്ലേ അത്? ന്റെ വാല്യൂ 0.5 ആണെങ്കിൽ ഇന്റെ വാല്യൂ എത്രയാ? ഓപ്ഷൻ സി എന്ന് പറയുന്നു. ആരാ പറഞ്ഞത്? ജസീൽ, മുഹമ്മദ് ജസീൽ, സഖി. ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. സഖി, വൈഷ്ണവി, സഫ്രീന, റിൻഷ, ഷഹ്മ, സുഹാന. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ.
ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, അതേപോലെ ഇത് ഈ ക്വസ്റ്റൻ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേ. ഇന്റെ വാല്യൂ 0.5 ആണെങ്കിൽ പൊറോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ 0.33 ആവും. ഓക്കെ, വെരി ഗുഡ്. ഇതിന്റെ ഈ ക്വസ്റ്റൻ ആൻസർ എന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റൻ ഒന്ന് പറഞ്ഞു. ക്വസ്റ്റൻ ഇതാണ്, ഇൻ എ സോയിൽ മാസ്, ഒരു സോയിലിനകത്ത് ഈ വോളിയം ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് എന്ന് വെച്ചാൽ വി വിന്റെ വാല്യൂ വി വി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് വി എസ് ആണ്. വി വി ഈക്വൽ ടു വി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ വാല്യൂ ഓഫ് വോയിഡ് റേഷ്യോ, ആദ്യം വോയിഡ് റേഷ്യോന്റെ വാല്യൂ പറയണം, പിന്നെ പോറോസിറ്റിന്റെ വാല്യൂ ആണ്. ഇന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഏതാണ് ഓപ്ഷൻ വരിക ഒന്ന് പറഞ്ഞേ. ഇ ആണോ? വി വി ഈക്വൽ ടു വി എസ് ആയാൽ ഏതായിരിക്കും? ബി എന്ന് പറയുന്നു. ആരാണ് ബി എന്ന് ആദ്യം പറഞ്ഞത്? അല്ലേ, ഷഹാന ഷഫൈൻ, റിൻഷ, സഹല, സെന്നു സഫ്രീന, വഫ, സിംനിദ, വൈഷ്ണവി, വിഷ്ണു, നസ്ലി, ഷബീബ് ആൻഡ് സഫ്വാൻ. നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇ ആണ്. ഇ ഈസ് ഈക്വൽ ടു നമുക്കറിയാം വി വി ബൈ വി എസ് ആണ് അല്ലെ. വി വി ബൈ വി എസ് ആണ് അല്ലെ. ഇതിൽ വി 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 എസും ഈക്വൽ ആയതുകൊണ്ട്, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 1 വരും അല്ലെ. അപ്പോ ഇന്റെ വാല്യൂ 1 ആണ്. ഇനി എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ ബൈ 1 പ്ലസ് ഇ ആണ്. ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ആണ് അല്ലെ. ഇന്റെ വാല്യൂ 1, അപ്പോൾ 1 ബൈ 1 പ്ലസ് 1 എന്ന് വരും അല്ലെ. 1/2 എന്ന് വരും. 1/2 പറഞ്ഞാൽ 0.5. അപ്പൊ വാല്യൂ 1ഉം 0.5 ആണ്. 1ഉം 0.5 എന്ന് പറഞ്ഞാൽ ബി ആണ് ഓപ്ഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് വോയിഡ് റേഷ്യോ വരെ. ഓക്കെ, ഇനി മൂന്നാമത് നിങ്ങൾ പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയും. അതിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ഡബ്ല്യു എന്നാണ്. എന്ന് വെച്ചാൽ ഒരു സോയിലിനകത്ത് എത്ര വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. ഒരു സോയിലിൽ എത്ര പെർസെൻറ്റേജ് വെള്ളം ഉണ്ടാവും, എത്ര വെള്ളം ഉണ്ടെന്നുള്ളതിന്റെ കണക്കാണ് വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയും. അതിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ഡബ്ല്യു ആട്ടോ. അത് സ്മോൾ ഡബ്ല്യു ആണ്. സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോയിൽ ആണ്. സ്മോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, അത് ഇറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ് ആണ്. അത് നോട്ട് ചെയ്തോളൂ. വാട്ടർ കണ്ടന്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തത്, എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. ഓക്കെ, വാട്ടർ കണ്ടന്റ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. സ്മോൾ ഡബ്ല്യു ആണ് കേട്ടോ. സ്മോൾ ഡബ്ല്യു ആണ്. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ആദ്യം കയറി വരുന്നതായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, വാട്ടർ കണ്ടന്റ് പറഞ്ഞാൽ സ്മോൾ ഡബ്ല്യു ആണ്. സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ്. വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് വെച്ചാൽ ഒരു സോയിലില് എത്ര വെയിറ്റ് വാട്ടർ ഉണ്ട്, ടോട്ടൽ വെയിറ്റ് എത്ര വെയിറ്റ് സോളിഡ് ഉണ്ട് നോക്കുക. അതിന്റെ റേഷ്യോ ആണ് വാട്ടർ കണ്ടന്റ് കാരണം കേട്ടോ. ഇതിന്റെ വാല്യൂ എപ്പോഴും 0ന് മേലെ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 എപ്പോഴും 0ന് മേലെ ആയിരിക്കും. അത് 100ൽ കൂടുതലും ആവാം. വാട്ടർ കണ്ടന്റ് ക്യാൻ ബി 100, കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു വിചാരിക്കാം. 100ൽ കൂടുതലും ആവാം കേട്ടോ. 100ൽ കൂടുതലും ആവാം. ഇനി ഇത് നോക്കൂ നിങ്ങൾ, ഒരു ഡ്രൈ സോയിൽ ആണെങ്കിൽ അതിൽ വെയിറ്റ് ഓഫ് വാട്ടർ എത്ര ആയിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ഒരു ഡ്രൈ സോയിൽ ആണെങ്കിൽ അതിൽ വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ഫോർ എ ഡ്രൈ സോയിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡബ്ല്യു ഡബ്ല്യു എത്രയായിരിക്കും? ഡബ്ല്യു ഡബ്ല്യു എത്രയായിരിക്കും? 0 അല്ലെ. ഡബ്ല്യു ഡബ്ല്യു 0 ആയിരിക്കും അല്ലെ. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ 0 ആണെങ്കിൽ അതിലെ വാട്ടർ കണ്ടന്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർ ഡ്രൈ സോയിൽ the water content will be equal to 0. Okay, dry soil water content 0. Okay, അപ്പോൾ നമ്മൾ ഇന്ന് 3 ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ 3 ബേസിക് പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. ആ 3 പ്രോപ്പർട്ടീസിന്റെ പേരുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, വാട്ടർ കണ്ടന്റ്. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. എല്ലാവരും ടൈപ്പ്. ഷിബിലി എല്ലാവരും ടൈപ്പ് ചെയ്യും. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, വാട്ടർ കണ്ടന്റ്. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, വാട്ടർ കണ്ടന്റ്. ഒന്ന് വേഗം ടൈപ്പ് ചെയ്ത് എല്ലാവരും.
ടൈപ്പ് ചെയ്യും കേട്ടോ.